തിരുവനന്തപുരത്ത് പെരുമഴയത്ത് ഗതാഗതം തടസ്സപ്പെടുത്തി നഗരസഭയുടെ സ്റ്റേജ്. തകരപ്പറമ്പിലാണ് റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തി വേദി പണിതിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വേദി പണിയാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വഞ്ചിയൂർ പോലീസ് അറിയിച്ചു. ആഷ്യൻ ഡിയാഗോ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ആഷ്യൻ ഡിയാഗോ, പണ്ട് നമുക്കറിയാം അവിടെ വഞ്ചിയൂര് ഇതേപോലെ റോഡ് മറച്ചുകൊണ്ട് ഒരു CPM-ന്റെ ഒരു വേദി കെട്ടിയതും അത് വലിയ വിവാദമായി മാറിയതും നമുക്കറിയാം. ഇപ്പോൾ ഒന്നാമത് മഴയാണ്, ഒരു നല്ല ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലമാണ്. തകരപ്പറമ്പിൽ എന്താ സംഭവിച്ചത്? ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കൂ. അരുൺ, ഞാനിപ്പോൾ ആ സ്റ്റേജിന് മുന്നിലാണുള്ളത്. സ്റ്റേജ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഉപ്പുലാമൂട് ഇതിന് സമീപത്താണ്. ഉപ്പുലാമൂട് തകരപ്പറമ്പ് റോഡിലാണ് ഈ സ്റ്റേജ് ഇവർ കെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. റോഡിന്റെ ഒരു വശത്തേക്ക് ഇറക്കിയാണ് ഇവർ ഈ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത്. അതായത് റോഡിന്റെ പകുതി ഭാഗവും ഇവർ കയ്യേറിക്കൊണ്ടാണ് ഈ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത്. പുനർജനി പരിപാടി, തിരുവനന്തപുരം കോർപ്പറേഷന്റെ തന്നെ പരിസ്ഥിതി ദിന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുനർജനി പരിപാടിക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള സ്റ്റേജാണ്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി ഇത്രയും നീളത്തിൽ കസാരയൊക്കെ ഇട്ട് ആളുകളേക്ക് ഇരുത്തി പരിപാടി നടത്തുന്നത് എന്നുള്ളതായിരുന്നു. രാവിലെ മുതൽ ഇവിടെ വലിയ തിരക്കായിരുന്നു. നിലവിലിപ്പോൾ പോലീസ് ഇടപെട്ട് ഈ വഴിയുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ വഴി വാഹനങ്ങളൊന്നും നിലവിലിപ്പോൾ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. രാവിലെ വലിയൊരു തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. ഒരു ഭാഗം അടയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വൺ ലൈനിൽ കൂടെ മാത്രമാണ് വാഹനങ്ങൾ പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെരുക്കം ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. രാവിലെ ഇവിടെ തിരക്കേറിയ ഒരു സമയം കൂടിയാണ്. തകരപ്പറമ്പ് പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ്. ഇവിടെ വലിയ വ്യാപാര ലോറികളടക്കം വന്നു പോകുന്ന, സാധനങ്ങളുമായി എത്തി വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത് എന്നുള്ളതാണ്. ഈ വഴിയിലാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ഈ ഒരു പരിപാടി നടത്തുന്നതിനായി കയ്യേറിക്കൊണ്ട് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി അടച്ചുകൊണ്ട് സ്റ്റേജ് കെട്ടി ഈ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ സ്റ്റേജിലെ മുഖ്യാതിഥികളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പരിപാടി എന്താണ് ഈ പരിപാടി? അരുൺ, ഇത് കോർപ്പറേഷന്റെ തന്നെ പുനർജനി പരിപാടിയുടെ ഭാഗമായി, അതായത് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദിയിലേക്കൊന്ന് പോയാലേ പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സൗഹൃദമായിട്ട് നടത്തേണ്ട പരിപാടിയുടെ ഫ്ലെക്സ് എന്താണ് വെച്ചിരിക്കുന്നത്? തുണിയിലാണോ അടിച്ചിരിക്കുന്നത് അതോ ഫ്ലെക്സിലാണോ അടിച്ചിരിക്കുന്നത്? അതൊന്ന് നോക്കാമോ? മാത്രമല്ല റോഡും കൂടി കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെന്ത് സന്ദേശമാണ് ആ അർത്ഥത്തിൽ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പോലീസാണെങ്കിൽ പറയുന്നത് ഇത് ആമയിടഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ ഉദ്ഘാടനം കാര്യപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത് ഫ്ലക്സിൽ തന്നെയാണ് ഇത് അടച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്ലക്സ് താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഫ്ലക്സ് തന്നെയാണ് അരുൺ, ഫ്ലക്സിൽ തന്നെയാണ് ഇത് അടിച്ചു വെച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും വലിയ തിരക്കുള്ള ഒരു സമയമാണ്. റോഡ് ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വരുന്നുണ്ട്. പോലീസിന്റെ ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ വിടരുത് വെച്ചുകൊണ്ടാണോ പരിസ്ഥിതി ദിനത്തിൽ തകരപ്പറമ്പിൽ നഗരസഭയുടെ, തിരുവനന്തപുരം നഗരസഭയുടെ പരിസ്ഥിതി പരിപാടി? ഈ ഫ്ലെക്സെങ്കിലും അത് അഴിച്ചു മാറ്റാനുള്ള ഒരു മിനിമം ബോധം ഇവർക്ക് വേണ്ടേ? ഇതൊക്കെ പരിസ്ഥിതിക്ക് വലിയ വിനാശം ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ? മാത്രമല്ല കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയാൽ ആമയിഴഞ്ഞാൽ വൃത്തിയാവൂ. മാത്രമല്ല ഗതാഗതം മുടക്കി സ്റ്റേജ് വെക്കുന്നു എന്നുള്ളതാണ്. അതിൽ പോലീസാണെങ്കിൽ അനുമതി കൊടുത്തിട്ടുമില്ല. ആ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇപ്പം ആ വഴിയിൽ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല അല്ലേ? മറ്റു വലിയ വാഹനങ്ങൾ കടത്തി വിടുന്നില്ല. തീർച്ചയായും ഈ വഴി വാഹനങ്ങൾ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ പരിപാടിയുടെ മുഖ്യാതിഥി അടക്കം വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഭാഗം മുഴുവനായി തന്നെ റോഡ് അടച്ചിട്ടുമുണ്ട്. പക്ഷേ എങ്ങനെ ഇത്രയും ആളുകൾ ഈ പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് ഇവർ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നഗരസഭ ആയതുകൊണ്ട് തന്നെ പോലീസിനും കാര്യമായി ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വഞ്ചൂർ ഇതേപോലെ ആ ഒരു ഏരിയ സമ്മേളനത്തിന് വേണ്ടി വലിയ ഒരു സ്റ്റേജ് കെട്ടിയിരുന്നതും അത് വലിയ വാർത്തയാവുകയും ഹൈക്കോടതി തന്നെ നേരിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ അനുവദിക്കരുത്, റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ അനുവദിക്കരുത്. അവിടെ നിൽക്കുന്ന വോളണ്ടിയർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്നും ചോദിക്കുമോ ഈ പരിസ്ഥിതി ദിനത്തിൽ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടി ശരിയാണോ എന്നുള്ളത്? ഇങ്ങനെ മുടക്കിയത് അവിടെ ആരും ഉത്തരവാദികൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. പാവം കുട്ടികളെ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്തായാലും അത് എന്താ പറയുക, തകരപ്പറമ്പിലാണ് ഈ സംഭവം. ആഷ്യൻ ഡിയാഗോ അവിടെയുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ ഒരു ദൃശ്യം കൂടി കാണിക്കാം. ഇതിപ്പോൾ വഞ്ചിയൂര് ഈ തകരപ്പറമ്പിൽ റോഡ് മുടക്കിയുള്ള ഒരു പരിപാടിയാണ്. ഇനി ഒരു പരിപാടിയും കൂടി കാണിക്കാം. അത് നേരത്തെ വിവാദമായ അന്നത്തെ CPM-ന്റെ റോഡ് കയ്യേറിയ ഈ പറയുന്ന സ്റ്റേജ് കിട്ടിയ സംഭവമായിരുന്നു. അന്ന് ഇതേപോലെ വലിയ വഞ്ചിയൂരിൽ വലിയ വിവാദമുണ്ടായിരുന്നു. തിരക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് അന്ന് സ്റ്റേജ് കെട്ടുന്നത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. അന്ന് വലിയ വിവാദമായി മാറി. അന്ന് CPM അത് പിഴച്ചു, അത് തെറ്റുപറ്റിയതാണെന്നൊക്കെ പിന്നീട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പോലീസിൻ്റെ ഇതാണ് ഒരു റോഡ് പൂർണ്ണമായിട്ടും കെട്ടി അടച്ചുകൊണ്ടാണ് അന്ന് CPM-ന്റെ വേദി പണിതത്. ഇതിപ്പോൾ
അതിന് തൊട്ടപ്പുറത്ത് തകരപ്പറമ്പിലാണ്. അതേപോലെ തിരക്കേറിയ റോഡ്, ഒരു ഭാഗത്ത് റോഡ് കയ്യേറിക്കൊണ്ട് ഈ സ്റ്റേജ് കെട്ടി അവിടെ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. ഇതാണ് അന്നത്തെ വിവാദമായ ചില ദൃശ്യങ്ങൾ. അത് CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അവിടെ ഉള്ള ദൃശ്യമാണ് അപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ദൃശ്യങ്ങളൊന്ന് കൊടുക്കാം. തകരപ്പറമ്പിൽ അതേപോലെ സ്റ്റേജ് കെട്ടുന്നു. പൊതുസ്ഥലത്ത് ഇതേപോലെ സ്റ്റേജുകളൊന്നും കെട്ടാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവുള്ളതാണ്. ഇതൊന്നും നഗരസഭയ്ക്ക് അറിയില്ല എന്നുണ്ടോ? ഇതേപോലെ ഈ കുട്ടികളെ ഈ മഴയത്ത് അവിടെ കൊണ്ടുവന്നിരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഫ്ലെക്സ് അടിച്ചു വെച്ച് പരിസ്ഥിതി സംരക്ഷണ പരിപാടി നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. വീണ്ടും വിചാരം ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആരോട് പറയാൻ. താങ്ക് യു അശ്വിൻ ഡിയാഗു. അപ്പോൾ ഇതാണ് ആ ദൃശ്യങ്ങൾ. റോഡ് കൈയേറി ഒരു സ്റ്റേജ് ഉണ്ടാക്കി ഫ്ലെക്സ് അടിച്ചു വെച്ച് പരിസ്ഥിതി പ്രവർത്തനം നടത്താൻ പോവുകയാണത്രേ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു വിഭാഗം. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ബോധം തിരിഞ്ഞാലല്ലേ ഇത് ഫ്ലെക്സ് കെട്ടാൻ പാടില്ലെന്നും അവിടെ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് ഇന്നത്തെ ദിവസം കുട്ടികളാണ് മുമ്പിൽ വന്നിരിക്കുന്നതെന്നും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുക. അത് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണ്ടേ? എന്ത് പറയാൻ, ഇതൊക്കെ ചടങ്ങിന് വേണ്ടിയുള്ള ചടങ്ങാവുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്.